Hi dears, Nishi's Kitchen Vlogs swagatham. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് കോസംബരി. ഇത് തമിഴ്നാട്ടിലും കർണാടകയിലെല്ലാം രാമനവമിക്കും നവരാത്രിക്കും ഒക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സാലഡ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ലോണം മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ കുതിർത്ത് വെക്കാം. കുതിർത്ത് വെച്ച ചെറുപയർ പരിപ്പ് 1 മണിക്കൂറിന് ശേഷം കഴുകി വെള്ളം ഊറ്റി ഒരു അരിപ്പയിലിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മീഡിയം സൈസ് ക്യാരറ്റിന്റെ പകുതി എടുത്ത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് കുക്കുംബറിന്റെ പകുതി എടുത്ത് അതിന്റെ കുരുവെല്ലാം മാറ്റി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില മുറിച്ചത്. ഇത് ഒരു മീഡിയം സൈസ് പച്ചമാങ്ങേന്റെ പകുതി എടുത്ത് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. ഇതിന് പകരം ലൈം ജ്യൂസ് എടുത്താലും മതി. ലൈം ജ്യൂസാണ് കൂടുതലും എടുക്കാറുള്ളത്. മാങ്ങയാണ് ടേസ്റ്റ്. പിന്നെ 2 പച്ചമുളക് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഈ പരിപ്പിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. കോസംബരി റെഡിയാണ്. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. അടുപ്പത്ത് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി കടുകും കറിവേപ്പിലയും ഇട്ട് താളിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 നുള്ളു കായപ്പൊടി കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്ത് സാലഡിലേക്ക് ചേർക്കാം. എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. ഇതിനി വേറെ ബൗളിൽ വിളമ്പാം. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കോസംബരി സാലഡ് റെഡിയാണ്. ഉണ്ടാക്കി കഴിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.